സൂപ്പർ ജിംനി സൂപ്പർ ജിംനി കണ്ടതാണ് പോയി. അങ്ങനെ എറണാകുളത്ത് മരടിലെ ഈ മാള് അല്ലേ, മരട് ന്യൂക്ലിയസ് മാളിൽ സ്ക്രീനിൽ വീണ്ടും എനിക്ക് ഒന്നുകൂടെ സൂപ്പർ ജിംനി കാണാൻ കഴിഞ്ഞു. അതും പ്രത്യേകിച്ച് നല്ല കിടിലം പാർട്ടികളോടൊപ്പം ഭയങ്കര സന്തോഷം. നല്ല മൂല്യമുള്ള ഒരു പടം. പിന്നെ ഞാൻ പറയുന്നതിനേക്കാൾ ഇവരൊക്കെ പറയുന്നതാണ് നല്ലത്. മൊത്തം സിനിമയെക്കുറിച്ചും പിന്നെ എൻ്റെ പെർഫോമൻസിനെ കുറിച്ചും അവരാണ് പറയേണ്ടത്. രഞ്ജിത്ത് സാറ് ഇതിൽ ചെയ്തേക്കുന്നത് ഒരു പ്രത്യേക എന്താ പറയാ, അത് ഈ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. രഞ്ജിത്ത് സാറ് ചെയ്തേക്കുന്ന റോള് നമുക്ക് ഒരു ആദ്യം ഇഷ്ടം തോന്നും, അത് പടം കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ പുള്ളി എന്താണ് ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കണെന്ന്. അപ്പൊ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണണം. കാരണം എന്താന്ന് വെച്ചാൽ നല്ലൊരു സിനിമയാണിത്, നല്ലൊരു ഫാമിലി സിനിമയാണ്. ലാസ്റ്റ് കണ്ണ് നിറയും പിന്നെ സന്തോഷവും ഉണ്ട്. കണ്ണ് നിറയുന്ന ചില സീൻസ് ഉണ്ട്, അത് നമുക്ക് പറയാൻ പറ്റില്ല. ആ സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണുക. നല്ലൊരു കൊച്ചു സിനിമ തന്നെയാണ് സൂപ്പർ ജെമിനി. കാരണം മീനാക്ഷിയുടെ പെർഫോമൻസ്, ബാലതാരമായിട്ടുള്ള പെർഫോമൻസ് ഗംഭീരമാണ്. കാരണം മീറ മർബ്രന്നതിന് ശേഷം മീനാക്ഷി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡോക്ടർ രജിത് കുമാർ ഏട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മെമ്പറായിട്ടുള്ള ക്യാരക്ടർ ആദ്യം കാണുമ്പോൾ മെമ്പറിനെ നമുക്ക് സ്നേഹിക്കാൻ തോന്നും, പിന്നെ കാണുമ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ അവൾ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അവസാനം ക്ലൈമാക്സ് എനിക്ക് മറ്റേ ക്യാരക്ടർ ഭയങ്കര ദേഷ്യം വന്നു. പക്ഷേ രണ്ടു വിളിച്ച് കണ്ടിരുന്നു. പക്ഷേ ഇതിൽ സീമാജി നായരാണെങ്കിലും ജയകൃഷ്ണനായിട്ടാണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കലാഭവൻ രാമൻകുട്ടിയല്ലേ, രാമൻകുട്ടിയില്ലേ മറ്റേ ഇതിലുണ്ട്, മറ്റേ നാരായണൻകുട്ടി, കലാഭവൻ നാരായണൻകുട്ടി എന്നുള്ള ഇത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കലാഭവൻ റഹ്മാൻ ഗംഭീര ഒരു കൊച്ചു സിനിമ എന്ന് പറയാം സൂപ്പർ ജെമിനി. ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, ഒരു ഗ്രാമീണ പശ്ചാത്തലമാക്കിയ ഒരു കൊച്ചു സിനിമ. അപ്പോൾ രഞ്ജിത്തേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ രഞ്ജിത്തേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ്. കാരണം നമ്മൾ സുരേട്ടൻ്റെ ഒരു സിനിമ ചെയ്തായിരുന്നല്ലോ, ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യയ്ക്ക് ശേഷം ഒരു നല്ലൊരു കൊച്ചു സിനിമ തന്നെ പറയാം. ആൾക്കാരിലേക്ക് എത്തുക സിനിമ. അപ്പോൾ നല്ലൊരു വെറൈറ്റി സിനിമയാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് കാണണ്ട. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ളൊരു പടമാണല്ലോ. പിന്നെ നമുക്കൊരു സെക്കൻഡ് ഇത് പ്രഭാകരമനം വന്നപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ രഞ്ജിത്ത് സാറിൻ്റെ ഒരു പുതിയ മുഖം അതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എനിക്ക് ഉണ്ടായിരുന്നു. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തെ അറിയാം, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി ഒന്നും കൂടി. പിന്നെ നമുക്കൊരു സെക്കൻഡ് ഇത് പ്രതീക്ഷിക്കാം. പിന്നെ നല്ലൊരു മെസ്സേജ് ഉണ്ട് എല്ലാവർക്കും. ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് പിള്ളേരുടെ അടുത്തൊരു ഇത് കൊടുക്കാൻ നല്ലൊരിതാണ്. നന്നായിട്ടുണ്ട്. ഇങ്ങനത്തെ പടങ്ങളിൽ ഗവൺമെൻറ് ടാക്സ് ഇടാതെ കാണിക്കേണ്ടതാണ്. കുറച്ച് കുറച്ച് നെഗറ്റീവ് ടച്ചുള്ള റോളാണ്. എനിക്ക് പുള്ളിയുടെ ആക്ടിങ് കണ്ടപ്പോൾ പഴയ ആക്ടർ MG സോമൻ ആ സ്റ്റൈൽ ആക്ടിങ് തോന്നിയത്. ആദ്യം ചിലപ്പോൾ പോസിറ്റീവ് തോന്നും, ചിലപ്പോൾ നെഗറ്റീവ് തോന്നും. ക്ലൈമാക്സിലാണ് അത് തോന്നി, അവസാനം കൊടുക്കാൻ തോന്നി. എന്തായാലും നല്ല അഭിനയമാണ്, നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നല്ല ട്വിസ്റ്റെല്ലാം ഉണ്ട്. നമുക്ക് അവസാനം നിമിഷം മനസ്സിലാവില്ല ഇയാൾ ആരാണ്. ആദ്യം പോസിറ്റീവായിട്ട് തോന്നും, നെഗറ്റീവാണ് പോസിറ്റീവാണ് അവസാനം മനസ്സിലാവും. നല്ല ഭാവിയുണ്ട്. രഞ്ജികുമാർ സാർ നല്ല ഭാവിയുണ്ട്. എനിക്കൊരു MG സോമൻ സ്റ്റൈൽ ആക്ടിങ് ഞാൻ കണ്ടത്, അല്ലെങ്കിൽ നരേന്ദ്ര പ്രസാദ് ആ സ്റ്റൈൽ ആക്ടിങ് കണ്ടത്. നല്ലൊരു ഫ്യൂച്ചറുണ്ട്, നല്ല മെസ്സേജ് ഉണ്ട്. ഡ്രഗ്സും ആൾക്കഹോളിനെതിരെയുള്ള പുള്ളിയുടെ. പിന്നെ സീമ ചേച്ചി ആണെങ്കിലും കലാഭവൻ റഹ്മാനാണെങ്കിലും എല്ലാവരും എന്നെ അഭിനയിച്ചിട്ടുണ്ട്. അവസാനം ട്വിസ്റ്റ് ഉണ്ട്. സെക്കൻഡ് പാർട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ തോന്നും. സെക്കൻഡ് പാർട്ടിൽ വരാൻ സാധ്യതയുണ്ട്. എല്ലാം കൊണ്ട് നല്ല പടം, യാതൊരു ലാഗും ഇല്ല. ഞാൻ എപ്പോഴും പറഞ്ഞ ലാഗില്ല. ഒപ്പം നല്ല സോഷ്യലി റെലവൻ്റ് മെസ്സേജ് ഉണ്ട്. ഒരുപാട് കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, നല്ല മെസ്സേജ് ഉണ്ട്. അത് കണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു മെസ്സേജ് ഉൾക്കൊണ്ടിട്ടാണ് പോകുന്നത്. ആരിഫ് സാർ കുറച്ച് നെഗറ്റീവാണ്. പഴയ MG സോമൻ അല്ലേ ആ സ്റ്റൈൽ ആക്ടിങ് എനിക്ക് തോന്നിയത്. സോമൻ സുകുമാരൻ പറയുന്നത് എൻ്റെ നല്ല പടമാണ്, ഇതെല്ലാം കാണേണ്ട പടമാണ്. ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ഈടാക്കാതെ കാണിക്കേണ്ട പടമാണ്. അങ്ങനത്തെ മെസ്സേജ് ഉള്ള ഫിലിമാണ്. സ്പിരിറ്റിൽ കൊണ്ട് കാണിച്ച പോലെ എനിക്ക് OTT കണ്ടു പോകാൻ സാധ്യതയുണ്ട്. കാരണം നല്ല മെസ്സേജ് ഉണ്ട്, നല്ല എല്ലാം കൊണ്ട് നല്ല പടമാണ്. അടുത്ത കാലത്താണ് നല്ലൊരു പടം. ഡോക്ടർ രജിത് കുമാർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല റോള്. പിന്നീട്
സാമൂഹിക പ്രവൃത്തിയുള്ള നല്ലൊരു സിനിമ. നന്നായിട്ടുണ്ട്.